ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റഡ് ജേർണീസ്. ഇന്ന് ഞാനൊരു പച്ച കളറുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതായത് ഈ ഗ്രീൻ ചിക്കൻ കറി ഗ്രേവി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തു. എൻ്റെ കയ്യിൽ ഈ മല്ലിയിലയൊക്കെ വളരെ കുറവായിരുന്നു, അപ്പോൾ കിട്ടിയതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതിന് നമ്മൾ വേറെ മുളക് അല്ലെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഞാൻ കുറച്ച് തക്കാളി കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സിയിൽ അടിച്ച ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കേട ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് ഉപ്പും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കളർ വ്യത്യാസം വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് എരിവ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം ആ മിക്സ് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇതിന് നല്ല പച്ച കളറൊക്കെ ഉണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടു. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഞാൻ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ സവാള അതിലേക്കിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ആ ചിക്കൻ ആഡ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ആഡ് ചെയ്ത് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി അത് വെച്ചു. അതിനുശേഷം എൻ്റെ കയ്യിൽ അത് കുറച്ചും കൂടെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി കുറച്ചും കൂടെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇത് സാധാ ചിക്കൻ കുക്ക് ചെയ്യുന്ന ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്ക് എൻ്റെ കളറ് കുറച്ച് പച്ച കളറൊക്കെ ഒന്ന് മാറി ഈ കളറായിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ കളർ കുറവാണെങ്കിലും ഞാൻ വിചാരിച്ചേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.